വല്ലാത്തൊരു സ്വപ്നമായി പോയല്ലോ. എന്തായാലും എത്ര നല്ല സ്വപ്നമായിരുന്നു. ഹർഷു, എന്ത് സ്വപ്നത്തിന്റെ കാര്യാ നീ ഇരുന്ന് പറയുന്നേ? സ്വപ്നം? എന്ത് സ്വപ്നം? നീ സ്വപ്നം കണ്ടു കാണും. ഞാൻ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല. സത്യം പറയടാ, എന്താ കാര്യം? എന്ത് കാര്യം? നിനക്കിതെന്താ രാവിലെ തന്നെ ഓഫീസിൽ പോരെ? ഞാൻ ഫ്രഷ് ആവാൻ നോക്കട്ടെ. ഇവൻ എന്തോ മറക്കുന്നുണ്ടല്ലോ. ഇത്ര വലിയ സ്വപ്നം എന്തായിരിക്കും? ഇഷ്ടപ്പെട്ടു. മീറ്റിംഗ് കറക്റ്റായിട്ട് നടക്കും. ഓക്കെ ഓക്കെ. കസ്തൂരി, പിള്ളേർ ഇതുവരെ എണീറ്റില്ലേ? ഹർഷ എണീറ്റിട്ട് കുളിക്കാൻ പോയിട്ടുണ്ട്. ഹരിയോട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇവന്മാർക്ക് 8 സമയത്താണ് കൂടി എക്സസൈസ് ഒക്കെ. 9 മണിക്ക് മീറ്റിംഗ് ഉള്ളതാ. ഇനി എപ്പോ അവന് ഓഫീസിൽ എത്താനാ? അല്ല, എന്റെ മോള് ഈ പുഴി കുത്തു പറയുന്നമാരെ അവിടെ നിന്ന് കുത്തു പറയുന്നുണ്ടായിരുന്നു. അതിന്റെ പേര് ഡാൻസ് അത്രേ. ഇനി എപ്പോഴെല്ലാം കൂടി ഉളുക്കിയിട്ട് വരുന്നെന്ന് എനിക്കറിയില്ല. എന്താ ശബ്ദം? ഇതിനെന്ത് പറ്റി? ഇന്നലെ വരെ ഇതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. മോളെ ഹൃദയ, എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നേ? ഇതൊക്കെ ഡാൻസ് ആണെങ്കിൽ അച്ഛനെ ഞാൻ എന്ത് വിളിക്കും? അച്ഛനമ്മയ്ക്ക് എന്നെ തന്നെ നിർത്താറുന്നല്ലേ. മോള് കളിച്ചോ, ഏട്ടനെ ജോലിക്ക് പോണം. ബായ് മോളെ. ഓരോ തലവിധി അനുഭവിച്ചല്ലേ പറ്റൂ. ഞാൻ കളിക്കട്ടെ. സൈറൻ വന്നല്ലോ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. പോകുന്നൊക്കെ കൊള്ളാം. എന്റെ കൊച്ചിന് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞത്. അവൾക്കൊന്നും പറ്റിണ്ടാവില്ല അച്ഛാ. തറയ്ക്ക് വല്ലതും പറ്റിയോ നോക്കിയാൽ മതി. ഹർഷു, എന്റെ മോളെ കളിയാക്കലുണ്ടല്ലോ. പിന്നെ മീറ്റിങ്ങിനുള്ളതെല്ലാം റെഡി ആക്കിയല്ലേ? എനിക്ക് എന്തായാലും ഇന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഹരി, നീ തന്നെ വേണം. രണ്ടാളും ഉണ്ടാവണം മീറ്റിങ്ങിന്. പറഞ്ഞത് കേട്ടല്ലോ. അതിനെന്താ മീറ്റിംഗിൽ ഞങ്ങൾ രണ്ടാളും കൂടി അറ്റൻഡ് ചെയ്തോളാം. അങ്ങനെ പേടിക്കാതിരിക്കും. മര്യാദയ്ക്ക് മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി രണ്ടും. എന്നാ പ്രോജക്റ്റ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ ഹരിമോനെ ഇന്ദരെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വീട്ടിലേക്കൊന്നും ചെല്ലാൻ പറഞ്ഞു മോൻ്റെ അടുത്ത്. 2 ദിവസം അവിടെ നിൽക്കാനായിരിക്കും. ഇന്നത്തെ വർക്ക് കഴിഞ്ഞാൽ ഞാനും വർഷം കൂടിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. 2 ദിവസം അവിടെ നിന്നിട്ടേ ഞങ്ങൾ വരുള്ളൂ. ഈ അടയും ചക്കരയും കളിയൊന്നും നിർത്തിന്റെ മക്കളെ. പെണ്ണ് കേട്ടാറായി രണ്ടാൾക്കും. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ തീരും നിങ്ങളുടെ ഈ അടയും ചക്കരയുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു കോട്ടമില്ലെങ്കിൽ ഞങ്ങൾ പെണ്ണ് കിട്ടാൻ പോകുന്നില്ല അച്ഛാ. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ. ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ. ഞങ്ങൾ ഒരിക്കലും ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോഴെങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ടുണ്ടാവുക. നീ വാടാ. ഇന്നത്തെ ദിവസം എവിടെയാടി? നടുവാണോ അതോ കാലാണോ? അമ്മ നടുവാണമ്മ. എന്നെ ഒന്ന് എടുത്തോട്ട് പോവമ്മ. പിന്നെ മുതുക്കി പോലെയുള്ള നിന്നെ എടുത്തിട്ട് വേണം എന്റെ നടു കൊടുക്കാൻ. ആന്റി, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തായാലും വൈകിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണേ. ശരി മക്കളെ, സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ. ഹരിയേട്ടാ, നീ എന്താ നേരെ നോക്കി നടക്കുന്നില്ലേ? സമയായി. എടാ, ഞാൻ പറഞ്ഞില്ലടാ, അവൾക്ക് എന്നോട് എന്തോ ഉണ്ട്. നീ നോക്ക്, അവളാ നോട്ടം കണ്ടോ? പിന്നെ അവളുടെ ഒരു നോട്ടം അത് ചെറിയൊരു പിടക്കോടിയാ. അത് പലയിടത്തേക്ക് അതുപോലെ തന്നെ നോക്കുന്നത്. നീ വന്നേട്ട്. എടാ, അങ്ങനെയൊന്നും ഇല്ലടാ. നീ നിന്റെ മനസ്സിൽ തന്നെ എല്ലാം കൂടി മൂടി വെക്ക്. അവസാനം അവൻ കൈവിട്ടു പോകും. ഒന്ന് മിണ്ടാതിരിക്കടോ. ഇതെന്നാ സുലൈമാനത്? ഇത് ഫയൽ മുഴുവൻ തെറ്റാണല്ലോ. നീ ഇവിടെ പണിയെടുക്കാനെ വരുന്നത് വർത്താനം പറഞ്ഞിരിക്കാനാണോ? എനിക്കൊരു പണി തന്നെ അത് മരിക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ? ഹരി, പേഴ്സണലും പ്രൊഫഷണലും കൂടിയിട്ട് ഒരുമിച്ചാക്കരുത്. നീ പറഞ്ഞതേ നിനക്കുള്ള അസൂയ കൊണ്ടാ. ഞാൻ അവനോട് സംസാരിച്ചതല്ലേ നിന്റെ പ്രശ്നം? അതെ, നീ ഇവിടെ വന്ന് അവന്റെ അടുത്ത് സംസാരിച്ചിരിക്കാനല്ലോ, പണിയെടുക്കാനല്ലേ? എന്റെ വർക്ക് കഴിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവിടെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നത്. പിന്നെ അവൻ എന്റെ കൂടി ബെസ്റ്റ് ഫ്രണ്ടാ. ഏത് വകയില് ജസ്റ്റ് ഫ്രണ്ട്? നീയേ ഈ ഫയൽ ഒന്നും കൂടി കറക്റ്റ് ചെയ്ത് പോയിട്ട് പോ. അഹങ്കാരം, പോസ് എന്നുള്ള അഹങ്കാരം കാണിക്കാൻ നിൽക്കാ. ഫ്രണ്ടായിപ്പോ ഇല്ലെങ്കിൽ ചവിട്ടി വീട്ടിന് മുക്കിലിട്ടെ. ഹരി, നിനക്കിത് എന്താ? നീ എന്തിനാ അവനെങ്ങനെ എപ്പോഴും ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നത്? ടോർച്ചറോ? ഇതിനൊക്കെ ടോർച്ചറിംഗ് എന്നും പറയൂ? അവനെ ഞാൻ ശരിക്കും ടോർച്ചർ ചെയ്യുന്നുണ്ട്. നീ നിന്റെ സ്വപ്നത്തിന്റെ കാര്യം എന്തിനാ അവനോട് പറഞ്ഞത്? അവനാ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഞാനാണോ? ഇപ്പൊ നോക്കിയില്ല, എന്തുണ്ടെങ്കിലും അവന്റെ അടുത്ത് പറയും. എന്നിട്ട് പറിച്ചല്ലോ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നോ? എനിക്കിതിനായിട്ട് മനസ്സിലാവുന്നില്ല. നിന്റെ കാര്യം നിന്നോട് എങ്ങനെ ഞാൻ പറയും? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവനോട് ഞാൻ വേറെ കാര്യം സംസാരിച്ചിരുന്നത്. നീ വെറുതെ അവളെ ആവശ്യമില്ലാത്ത വിചാരിച്ചിട്ട് എന്റെ സുലുവിനെ ഇങ്ങനെ വേദനിപ്പിച്ച.
നിന്റെ ഒരു കുലു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ. എന്റെ പൊന്നെ ഹാരി, നിന്റെ കുശുമ്പൊന്ന് നിർത്തുന്നുണ്ടോ? നീ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നിനക്ക് പകരം വെക്കാൻ ഈ ലോകത്ത് വേറെ ആരുമില്ലടാ. ഹായ് എവരിബഡി. ഹായ് സുലു. ആരാണ് നിന്റെ സുലു? എന്റെ പേര് സുലൈമാന. മര്യാദയ്ക്ക് അത് വിളിച്ചാൽ മതി. ഓരോ മടിയിൽ വെച്ച് പേരിട്ട പോലെയാ ശുലു ശുലു ശുലു. ഇനി അത് കേട്ടാണ്ടല്ലോ. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് അല്ലേ ഓരോരുത്തർക്ക് ഓരോ നിയമാണോ? ഹർഷൻ തന്നെ അങ്ങനെയല്ലേ വിളിക്കുന്നത്? പിന്നെ ഞാൻ വിളിച്ചാൽ എന്താ? അർഷു എന്നെ പലതും വിളിക്കും, അതുപോലെ മറ്റുള്ളവരെന്നെ വിളിക്കാൻ നിൽക്കണ്ട. ഇജ്ജ് എന്നെ അങ്ങനെ വിളിക്കേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അവനെ വിളിക്കാങ്ങി ഞാൻ വിളിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ വിളിച്ചാൽ എന്താ കുഴപ്പം? ഇജ്ജ് വിളിക്കണമെന്നല്ലേ പറഞ്ഞേ? എനിക്കത് ഇഷ്ടല്ല. ഇജ്ജ് വിളിക്കണ്ട. ഞാൻ വിളിച്ചാൽ എന്താ? ഞാൻ വിളിച്ചാൽ എന്താന്നാ ചോദിച്ചത്? എന്താ ഞാൻ വിളിച്ചത്? ഇജ്ജ് വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ഇജ്ജ് വിളിക്കണത് എനിക്ക് ഇഷ്ടല്ല. ഇജ്ജ് വിളിക്കണേ വേണ്ട. ഒന്ന് നിർത്തുന്നുണ്ടല്ലോ. എടാ, എംപ്ലോയീസ് ഒക്കെ നോക്കുന്നു. ഇത് ഓഫീസാണെന്ന് വിചാരം വേണം. മാണിച്ചിത്തായ എന്ന് കളിക്കാൻ നിൽക്കാൻ രണ്ടും കൂടിയിട്ട് ഒന്ന് നിർത്തി. നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഈ ചെയ്താനല്ലേ? ചൈത്തന്നിന്റെ ഉപ്പ മരപ്പെട്ടി വാസുവിനെ പോയി വിളിക്കും. ഇജ്ജിന്റെ ഉപ്പിതാ പറയുന്നോടാ. അങ്ങ് നരകത്തിൽ കിടക്കുന്ന ആ മനുഷ്യനെ എന്തിനാടാ വിളിച്ച് ബുദ്ധിമുട്ടിച്ചെന്ന്? രണ്ടുപേരൊന്നും നിർത്തുന്നുണ്ടോ? സ്റ്റാഫൊക്കെ നമ്മളെ നോക്കി ചിരിക്കുന്നു. ആ, ഞാൻ നിർത്തി. ഞമ്മളല്ലേ, ഈ അരുണാണ്. മതിയെന്നല്ലേ പറഞ്ഞ രണ്ടാളെടുത്തോ. പിന്നെ ഹരി, നിന്റെ ലവ് ട്രാക്ക് എന്തായി? വല്ലതും സെറ്റായോ? എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ? പിന്നെ നല്ല പുരോഗമനാ. അവള് തെക്കോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ വടക്കോട്ട് നോക്കും. അത്ര തന്നെ. പ്രത്യേകിച്ച് വേറെ പുരോഗമനമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇവന്റെ പെങ്ങളല്ലേ, അവൾക്ക് എന്നെ ഒരു കണ്ണുണ്ട്, നീ ഒന്ന് സെറ്റാക്കി തടാന്ന്. പക്ഷെ ഇവൻ കൂട്ടാക്കണ്ടേ? എടാ, അവന്റെ പെങ്ങളല്ലേ, അവന് മടിയുണ്ടാവും. നീ അവളുടെ അടുത്ത് കാര്യം തുറന്ന് പറയും. ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം അവളുടെ കഴുത്ത് വേറെ ആരെങ്കിലും താടി കിട്ടും. ഭയങ്കര റൊമാൻസ് അടിക്കാതെ എന്തായാലും കാര്യം നേരിട്ട് തുറന്ന് പറയാല്ലേ. എന്തായാലും ഇന്ന് വീട്ടിൽ പോയി ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ അവളുടെ അടുത്ത് പറയാം. അല്ലേ ഹർഷു? അതെ, അതന്നെ നല്ലത്. നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എന്താടാ നോക്കുന്നേ? എച്ച് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവന്റെ കൽബില് ഫുള്ള് ഹരിയാണെന്ന് നിക്കറിയാം. എന്നിട്ട് അവന്റെ അടുത്ത് നിന്റെ പെങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഓക്കെ പറഞ്ഞിരിക്കുന്നു. എന്റെ സുലു, ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞ അവൻ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ച് എസ് എന്ന് പറയോ? അവന്റെ മനസ്സിൽ എന്റെ പെങ്ങളാ. അപ്പോ എന്നെ അവൻ വെറുത്തു തുടങ്ങൂടാ. അവനില്ലാതെ വേണ്ട. എൻ്റെ ഒരു കൂട്ടുകാരനായി അവൻ എന്നെൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഇച്ചുവിന് എന്നോട് പറയാൻ ഞമ്മള് വരുന്നില്ല. ഈ ഒന്നും നന്നാവൂല. എന്റെ കൽബിലെല്ലാം മൂടി വെച്ച് ഈ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് അങ്ങ് കരയി. ഞാനൊക്കെ അതിനെ യോഗം. അല്ല എന്താ പറയാനാ? ഇപ്പെണെങ്കിൽ എൻ്റെ ചുലു പറയണം. ചുലു, നമ്മള് കരഞ്ഞാലും നമ്മുടെ കണ്ണീര് അടയ്ക്കാൻ നന്നെ പോലൊരു ഫ്രണ്ടില്ലേ? അത് മതിയിടോ ഞമ്മക്ക്. നമ്മളെ കളിയാക്കൊന്നും വേണ്ട. ഞമ്മക്കറിയാം നിന്റെ ഈ ചിരി നമ്മളെ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്ന്. എന്റെ ആ കൽബ് മുഴുവൻ നിങ്ങൾ അറിയല്ലേ? അവൻ്റെ അടുത്തെല്ലാം തുറന്നു പറഞ്ഞാലും ഞാൻ കരയേണ്ടി വരും. അപ്പോ പറയാതിരുന്ന് ഞാൻ മാത്രം കരഞ്ഞാ പോരെ? ആഹാ, അച്ഛന്റെ മോന് ഈ വഴിയൊക്കെ അറിയോ? ലക്ഷ്മി, നമ്മുടെ പൊന്നാര മോൻ വന്നിട്ടുണ്ട്. വന്നു നീ ഹരി. എത്ര നാളായി ഇവിടുന്ന് പോയിട്ട്. ഞങ്ങളെ കുറിച്ച് വല്ല വിചാരമുണ്ടോ നിനക്ക്? വിചാരമുള്ളണ്ടല്ലേ വന്നത്. കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടാവും. അമ്മയുടെ പരാതി തീരട്ടെ. 2 ദിവസമെങ്കിലും അമ്മയുടെ മോന് നന്ന് നിൽക്കുന്നുണ്ടല്ലോ, അതിനെന്നെ വളരെ നന്ദി. അർഷുമോനെ വാ. ആന്റി, 2 ദിവസമല്ല, ഞങ്ങൾ എന്തായാലും കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ. ആഹാ, നീ എഴുന്നള്ളിയോ? എപ്പോ വന്നു? ആ, ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല, ഏട്ടത്തിയമ്മ എവിടെ ഏട്ടാ? കാണുന്നില്ലല്ലോ. പെട്ടെന്നൊരു ഡെലിവറി കേസ് വന്നു. അവള് ഹോസ്പിറ്റലിലേക്ക് പോയി. എന്തായാലും ഇനിയിപ്പോ ഇന്നനായിട്ട് നോക്കണ്ട. ഇതാ ഞാൻ ഡോക്ടറാവാൻ പഠിക്കാത്തത്. ഡോക്ടർ ആയി കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടെന്നറിയോ? രാത്രി ഒന്നും പകലിനല്ലാതെ ജോലി ചെയ്യണം. ആഹാ, അല്ലാതെ നിനക്ക് എൻട്രൻസ് ചെയ്തിട്ട് കിട്ടാന്നിട്ടോണ്ടല്ല നീ ഡോക്ടർ ആവാഞ്ഞത് അല്ലേ? അതൊരു പ്രാവശ്യമാണ് അവൻ എഴുതിയത്. എത്ര പ്രാവശ്യം എഴുതി? യൂട്യൂബ്. ഇതാ ഞാൻ ഇങ്ങോട്ട് വരാത്തത്. ഹൃദിക്, നീ വലിയ ഡോക്ടറാണ്, സർജൻ എന്നൊക്കെ പറഞ്ഞ് എന്റെ കൊച്ചിനെ കളിയാക്കാൻ നിൽക്കരുത്. അവൻ വലിയൊരു ബിസിനസ്മാനാ, അത് നീ മറക്കണ്ട. അവന് വർഷം കഴിച്ചല്ല.
ഹർഷു നീ പറയടാ, ഞാൻ എങ്ങനെ അവളെ പ്രപ്പോസ് ചെയ്യും? എന്ത് പറയും? എനിക്കറിയില്ലടാ. നീ എന്നോട് ചോദിച്ചാ ഞാൻ ആരെയും പ്രപ്പോസ് ചെയ്തിട്ടില്ല. നീ എന്താ ചെയ്യേ? എന്ത് പറ്റി? ഞാൻ ഹൃദയുടെ അടുത്ത് എൻ്റെ ഇഷ്ടം തുറന്ന് പറയാന്ന് പറയുമ്പോൾ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? നിനക്ക് ഇഷ്ടമല്ലേ? എനിക്ക് എന്ത് ഇഷ്ടക്കുറവാരി? നീ അവൾക്ക് നന്നായി ചേരും. അവളെ പൊന്നു പോലെ നോക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രണയത്തിന്റെ കാര്യത്തിൽ ഞാനൊരു തോൽവിയടാ. എന്താന്ന് മനസ്സിലായില്ല? അല്ല, ഞാനാരെയും പ്രണയിച്ചിട്ടോ അവരോട് പ്രണയം തുറന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനതൊരു ഫെയിലിയറാ, ഒരു തോൽവിയാ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഹർഷു സോറിടാ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നീ എന്താ ചെയ്യണെന്നോ? പോയി എല്ലാവരോടും തുറന്നു പറയും. പ്രപ്പോസൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ചെയ്താൽ മതിയല്ലോ. ഇപ്പൊ നീ നിന്റെ ഇഷ്ടം നമ്മളെ മനസ്സിലാക്കിക്കേ. പ്രണയത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട് കള്ളൻ. മനസ്സിലെന്തോ പ്രണയം ഉണ്ടല്ലേ? ഞാൻ എന്തായാലും പോയിട്ട് വരാവേ. ഏയ് ഹൃദയ. അരിയേട്ടനോ? അരിയേട്ടൻ എന്താ എന്റെ റൂമില്? എന്ത് പറ്റി? തൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ അരിയേട്ടൻ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഞാനിപ്പോ എന്ത് പറയാനാ? എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഹരിയേട്ടൻ എന്താ ഈ ആലോചിക്കുന്നേ? എന്താ പറയണേന്ന് ആലോചിക്കുന്നത്. നിന്റെ കോളേജിൽ എന്തൊക്കെയാ വിശേഷം? റാഗിങ് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം കേട്ടോ. ഹരിയേട്ട ആ കോളേജിൽ 2 വർഷമായിട്ട് പഠിക്കുക. ഇപ്പോഴാണ് വന്ന് ചോദിക്കുന്നത് റാഗിങ് ഉണ്ടോന്ന്. അവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വരുമ്പോ താൻ എന്താ ലാപ്പിൽ കണ്ടായിരുന്നേ? പഠിക്കായിരുന്നോ അത് വേറെ എന്തെങ്കിലും? അല്ല, പഠിക്കല്ല, മൂവി കാണായിരുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഹരിയേട്ടാ. അതിനെന്താ? ഓക്കെ ബൈ. പിന്നെ കാണാം. അയ്യോ, എന്തേ അവിടെ ആരെങ്കിലും അവിടെ റാഗിങ് ഉണ്ടെന്ന് അറിഞ്ഞ ബോഡി കഴിയിട്ട് പോവാനാണോ? നീ എന്തോന്നടി കാട്ടിക്കൂട്ടുന്നത്? എല്ലാം പറയണമെന്ന് വെച്ചിട്ട് തന്നെയാണ് പോയത്. പക്ഷേ എന്തെന്നറിയില്ല, അവളുടെ മുന്നിൽ എൻ്റെ മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിന്റെ പൂട്ട് നിന്റെ കയ്യിൽ നിന്നില്ല, നീ തന്നെ തുറക്കണം. നീ എന്താടാ ഇനിയിപ്പോ അവളെ കണ്ടപ്പോൾ വെപ്രാളം ഒരു നാണക്കൊണ്ട് പറയാഞ്ഞതാണോ? ഹൃദയ അടുത്ത് ഒരുപാട് നേരം ഞാൻ സംസാരിച്ചിരുന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെയ്ക്കും എനിക്ക് അവളുടെ അടുത്ത് നാണോ ഒരു നെർവ്നെസ്സോ ഒന്നും ഉണ്ടായിട്ടില്ല. നീ ഇന്നലെ ഉണ്ടായിരുന്നില്ല. നീ ശരിക്കും അവളെ പ്രണയിക്കുന്നുണ്ടോ? എനിക്ക് ഡൗട്ടുണ്ട്. പ്രണയം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഫീലിങ്സ് ഒക്കെ നിനക്ക് വരേണ്ടതാ. എന്തായാലും നിന്നെ പ്രണയിക്കാൻ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഡേറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആരെ നീച്ച് പഠിപ്പിച്ചു കൊടുക്കി? എൻ്റെ കൽബിൽ ആരെങ്കിലും ഉണ്ടോ അതിന്? അനക്ക് ലവിനെ കുറിച്ച് എന്താ അറിയാം? എന്നിട്ട് നീ പഠിപ്പിച്ചു കൊടുക്കണം? എൻ്റെ പൊന്നോ, നീ ഇജ്ജൊന്നും കേൾക്കണ്ട കേട്ടോ. ഈ ഇജ്ജിനെ ഞാൻ തല്ലിക്കൊല്ലും. പിന്നെ എടാ ഹരി, നീ ഫേക്കായിട്ടൊരു റിലേഷൻഷിപ്പിൽ പോ. അധികം ഡീപ്പായി പോണ്ട. ജസ്റ്റ് ഒരു ഡേറ്റ് പോലെ ആ കുട്ടിയോടും പറഞ്ഞിട്ട് ചെയ്. അപ്പൊ പിന്നെ നിനക്ക് ആ പേടി മാറും. ഫേക്ക് റിലേഷൻഷിപ്പ് അതൊന്നും ശരിയാവില്ല. എനിക്കതിനോടൊന്നും താല്പര്യമില്ലടാ. ഇതുവരെയായിട്ട് നീ ആരോടും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതായിരിക്കും നിനക്ക് പറയാനുള്ള ബുദ്ധിമുട്ട്. ഇവൻ പറഞ്ഞ മാതിരി ഫേക്ക് റിലേഷൻഷിപ്പ് തന്നെ നല്ലത്. നീ ഒരു കാര്യം ചെയ്, നീ ഹർഷന്റെ അടുത്തൊന്ന് ഫ്ലൈറ്റ് ചെയ്ത് നോക്ക്, ഒന്ന് ഡേറ്റ് ചെയ്ത് നോക്ക്. ഹൃദയ പോലെ തന്നെയല്ലേ അവനെ ഇരിക്കുന്നത്. അതൊന്നും ശരിയാവില്ല. അവനെന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവനായിട്ട് ഞാൻ ഫ്ലൈറ്റ് ചെയ്യേ. അതും പറയാൻ ഞാനൊരു ബോയ്. അയ്യോ, എന്തോന്നൊക്കെ ഇവരൊക്കെ പറയുന്നത്? സോലോ, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ രണ്ടെണ്ണത്തിന് പിരാന്താണെന്ന്. നീ ഇവര് പറയുന്നതും കേൾക്കണ്ട കേട്ടോ. ഒന്നും മിണ്ടാതിരിക്കടാ. എന്റെ പൊന്നാരി, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവർ രണ്ടുപേരുടെ മുഖം ഒരുപോലെയല്ലേ? പിന്നെ ജെൻഡർ എന്താടാ? ഫേക്ക് ആയിട്ടല്ലേ ചെയ്യുന്നത്, റിയൽ ആയിട്ടല്ലല്ലോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യ. ഹർഷു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. നോ വേ. ഈ പൊട്ടന്മാര് പറയുന്ന കേട്ടിട്ട് നീ ഇതൊന്നും ഇറങ്ങിത്തിരിക്കരുത്. എന്നെ കൊണ്ട് ഒരിക്കലും അതിന് പറ്റില്ല. ഞാനില്ല. ഹർഷു അങ്ങനെ പറയില്ലടാ. ഹരിയുടെ എന്ത് കാര്യത്തിനും ഹർഷു അല്ലേ കൂടെ നിൽക്കുന്ന. ഹർഷു പ്ലീസ്, ഹർഷു പ്ലീസ്. ചെയ്യാം. ഞാനുണ്ട്, ഹരിയുടെ കൂടെ ഞാനുണ്ട്. താങ്ക് യു മൈ ബേബി. ഐ ലവ് യു സോ മച്ച്. എങ്ങനെ ഇപ്പം ഇതൊന്നും ഒഴിഞ്ഞു മാറും? എന്ത് പറയും ഞാൻ അവൻ്റെ അടുത്ത്? നിജായിട്ട് വരുത്തി വെച്ചത് നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാനാടാ? ചൊല്ലു, അങ്ങനെ പറയലടാ നീ. ഞാൻ പിന്നെ എങ്ങനെ പറയാനാ? ഇതൊരു കാര്യം ചെയ്, ഇതൊരു അവസരമാക്കിയെടുത്ത് അവന്റെ കൽബിൽ അങ്ങ് കയറി കൂടാൻ നോക്ക്. എനിക്ക് വേറൊന്നും പറയല്ല. ഗുഡ് ബൈ. എടാ വെച്ചിട്ട് പോലിടടാ. കട്ടാക്കിയോ തെണ്ടി?
ഞാനിനിപ്പോ എന്ത് പറഞ്ഞ് രക്ഷപ്പെടും? ഹർഷു, എന്താ പറയേണ്ട കാര്യ? നീ ഇതാരെയും വിളിച്ചോണ്ടിരിക്കുന്നേ? അത് സുലു, അവനാ. നിങ്ങളിപ്പോ ഓഫീസിൽ നിന്ന് കണ്ടില്ലല്ലോ, പിന്നെ ഇനി എന്തത്ര സംസാരിക്കാനുള്ളത്? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് അവൻ്റെ അടുത്ത് അടുപ്പം. ഞങ്ങളെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടെ ഹരി? പിന്നെ എന്തിനാ നീ വീണ്ടും ഇത് ആവർത്തിക്കുന്നേ? അവനൊരു പാവം. ഒരു പാവം. മിണ്ടരുത് അവന്റെ കാര്യം എൻ്റെ അടുത്ത്. എനിക്ക് അവന്റെ കാര്യം കേൾക്കണ്ട. നമുക്ക് ഒരാഴ്ച ലീവ് എടുക്കാം, എന്നിട്ട് നമുക്ക് ഡേറ്റിന് പോവാം. എടാ, നീ സീരിയസ് ആയിട്ടാണോ? എടാ, അവന്മാര് പറഞ്ഞു അത്ര കാര്യാക്കണ്ട. നീ നിന്റെ കാര്യം അവളുടെ അടുത്ത് തുറന്നു പറയും, ഞാൻ സഹായിക്കാം. നീ എന്റെ അടുത്ത് വാക്ക് പറഞ്ഞോ? ഇനി അത് മാറാനൊന്നും പറ്റത്തില്ല. എന്തായാലും നാളെ തന്നെ നമ്മൾ ഡേറ്റ് തുടങ്ങും. ഇതെന്റെ തീരുമാനം. ഒടുക്കത്തൊരു തീരുമാനമായി. ഹർഷു, ഒന്ന് വേഗം വരണുണ്ടോ നീ? സമയം പോന്നു. നമുക്ക് ടൈമിൽ എത്തണ്ട അവിടെ. എങ്ങനെയുണ്ട് ഡേറ്റിന് വന്നിട്ട്? ഓ, അടിപൊളിയല്ലേ? ആകട്ടെ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒരാഴ്ചത്തെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്. 2 ആഴ്ച കഴിഞ്ഞു. ഇതുവരെയായിട്ട് ഓഫീസിലേക്ക് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എവിടെ പോയി കിടക്കാനാവോ? ഫേക്ക് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു പൊളിക്കുക രണ്ടും കൂടി. എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ സുലു. അല്ല സുലൈമാനെ, നമുക്കൊരു ഡേറ്റ് പോയാലോ? നമ്മൾ രണ്ടുപേരും നല്ല ജോഡിയായിരിക്കും. വരുന്നു എന്റെ കൂടെ? നമുക്ക് തലയ്ക്ക് ഓളൊന്നുമില്ല 5 കൂടെ ഡേറ്റിന് വരാൻ. ഞമ്മക്കേ സിംഹത്തിനെ ഇഷ്ടം, അല്ലാതെ പൂച്ചേനെയല്ല. സിംഹാണോ പൂച്ച എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ അറിയൂ. എന്റെ കൈ കൊണ്ടാടാ ആറാൻ പറഞ്ഞവനെ. നിക്ക്, എന്നെ കൊന്നിട്ട് എന്നെ കാര്യമുള്ളൂ. അയ്യോ എന്റെ വിടറാ. എടാ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അയ്യോ വിടടാ. ഓന്റെ കവറടക്കായി. അയ്യോ, എന്താ പ്രാണി? നീ പേടിക്കാതെ എന്റെ കൂടെ വാ. ഹരി, എത്ര നേരം ഇവിടെ ഇങ്ങനെ നിൽക്കും? നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. ഇവിടെ നോക്ക് ഹർഷു, എന്ത് ഭംഗിയെ കാണാൻ വാനം. വാൽനക്ഷത്രല്ലേ വരുന്നത്? ഹർഷു, നിനക്കിതിലൊക്കെ വിശ്വാസമുണ്ടോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞാ നടക്കുന്നു. വിശ്വാസമുണ്ടോ ചോദിച്ചാ വിശ്വാസം ഉണ്ടെന്നും പറയില്ലെന്നും പറയാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. അത് പാസ് ചെയ്യുമ്പോൾ മനസ്സിലുള്ളൊരു ആഗ്രഹം ഒന്ന് പറഞ്ഞു നോക്കാം. എന്നാ നിന്റെ ആഗ്രഹം പോലെ എന്റെ മനസ്സിലുള്ള ആഗ്രഹവും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, നടക്കൂല്ലേന്ന് അറിയാലോ. എന്റെ ഹരി എന്റെ കൂടെ എന്നും ഉണ്ടാവണേ. ഞങ്ങളൊരു കുടുംബമായി ജീവിക്കണേ. ഞാനെന്റെ ഹർഷ എന്നും ഒന്നിച്ചുണ്ടാവണേ. ഞങ്ങളെ കുട്ടികളും കുടുംബമായിട്ട് ജീവിക്കണേ. ഹർഷു, നീ എന്താ പ്രാർത്ഥിച്ചേ? പറയില്ലല്ലോ. എടാ, വീട്ടിൽ ഇരുന്ന് കഴിച്ചപ്പോടോ ഹോട്ടലൊക്കെ റൂം എടുത്തിരുന്ന് കഴിക്കണം. എടാ, വീട്ടിൽ പോണ്ടേ? വീടിക്കൊന്നും ഇപ്പൊ പോണ്ട. നമ്മൾ മാത്രമായിട്ടുള്ള ഈ നിമിഷങ്ങൾ കുറച്ച് നീണ്ടു പോട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ടടാ നിന്റെ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ. നീയും ഞാനും മാത്രമുള്ള നിമിഷങ്ങൾ. ഹരി, ഓവർലോഡ് ആയിട്ടോ? മതി. നീ എഴുന്നേറ്റേ വന്ന് കിടക്ക്. നാളെ നീ വീട്ടിൽ ചെന്നില്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ പോയാലും നമ്മൾ ഒരുമിച്ച് നിന്നല്ലേ. പിന്നെ എന്താ ഹരി, വേറെ പിരിഞ്ഞ് നിൽക്കുന്നൊന്നുമില്ലല്ലോ. നീ എഴുന്നേക്ക്. ഓ ഹരി, നേരെ നിൽക്ക് ഹരി. ഇല്ല, ഞാൻ എടുക്കുക നിന്നെ. ഹരി, നിനക്ക് പറ്റില്ല. വിട് ഹരി. ഹരി, വാ ബേബി. സമയം ഒരുപാടായ ഹരി. എന്താ നീ എന്നിങ്ങനെ നോക്കി കിടക്കുന്ന? ആദ്യമായിട്ട് കാണുന്ന പോലെ. ആദ്യമായിട്ടാ നിന്നെ ഞാൻ കാണുന്നത്. ഹൃദയക്ക് എന്തിനാ നിന്റെ ഫേസ്? എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് മാത്രം മതി. ഹർഷു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. ഹരിയുടെ അല്ല ഹർഷു? അതെ ഹരി, ഹർഷു ഹരിയുടെ തന്നെയാ. ഉറങ്ങാൻ നോക്ക്. നിന്നെങ്ങനെ നോക്കി കിടക്കണം.
ഇന്നലെ വെള്ളത്തിൻ്റെ പുറത്ത് എന്തൊക്കെ ചെയ്തു വെച്ചത്. പോവാം ഹർഷു. അച്ഛൻ്റെ പൊന്നാരമ്മൻ വന്നോ? എത്ര നാളായിട്ട് അവിടുന്ന് പോയിട്ട്, ടൂറെന്നും പറഞ്ഞ് പോയിട്ട് ഓഫീസിലെ കാര്യത്തൊക്കെ അവതാളത്തിലായിട്ടാണ് കിടക്കുന്നത്. ഹരിമോൻ എവിടെ? ഹരിക്ക് വീട്ടിൽ പോയിട്ട് എന്താ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഇന്ന് ഓഫീസിൽ പോന്നാ, ഞാൻ ഫ്രഷ് ആവട്ടെ. എന്ത് പറ്റി? ഏട്ടാ, അവനെന്താ വല്ലാത്തൊരു സങ്കടം? ഹരിമോൻ എവിടെ? എനിക്കറിയില്ല കാര്യം. വരുമ്പോ തന്നെ അവൻ ഇങ്ങനെ തന്നെയായിരുന്നു. I'm sorry ഹർഷു, I'm really sorry. ലക്ഷ്മിയെ, ഹരി എവിടെ? ആ വന്നപ്പോൾ തന്നെ റൂമിൽ തന്നെയാണ് തോന്നുന്നു. എന്താ ഹർഷുമായിട്ട് വല്ല വഴക്കുമായോ? ഒരു ദിവസം പോലും വിട്ടുപിരിയാത്ത ആൾക്കാരാ. ഇന്ന് രാത്രിയായിട്ട് പോലും അവനിത് അങ്ങോട്ട് പോവാതിരിക്കുന്നു. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? എനിക്കറിയില്ല. വന്നപ്പോ കേറി കുറ്റിയിട്ടതാ. ആ വാതിൽ ഇതുവരെയായിട്ട് തുറന്നിട്ടില്ല. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് വന്നിട്ടില്ല. ഏട്ടൻ തന്നെ ചോദിച്ചു നോക്ക്. ഹർഷമോനെ ഞാൻ വിളിച്ചു നോക്കിയപ്പോ അവനൊന്നും പറയുന്നുമില്ല. ആ കിഷോറെ, ഇത് ഞാനാ. എന്താ പിള്ളേരെ കാര്യം? ആ, പിള്ളേരെ കാര്യല്ലേ, അവര് തമ്മിൽ തീർത്തോളൂ. ശരി എന്നാ. രണ്ടും കൂടി എന്തോ വഴക്കുണ്ടായിട്ടുണ്ടെന്ന് തോന്നണു. എല്ലാം ശരിയായാൽ മതി. എന്തായാലും ഇടപെടാൻ നിൽക്കണ്ട. അയ്യോ, ഓർക്കും വരുന്നില്ലല്ലോ അവനില്ലാതെ. എനിക്ക് അവനെ കാണണം. ആരെയൊന്നും വിളിച്ചു പോലുമില്ലല്ലോ. ഇതാരാ ഈ നേരത്തിപ്പോ? എനിക്ക് ഓർക്കാൻ വരുന്നില്ല. വീട്ടില് നല്ല കൊതുണ്ട്. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാം. ഇവര് രണ്ടുപേരെന്താ കടപ്പുറത്ത് കണ്ട പരിചയം പോലെ ഇല്ലാതെ പോലെ ഇരിക്കുന്നേ? നിന്റെ ആ കുട്ടിത്തലയിരുന്ന് പുകയ്ക്കാതിരുന്ന് കഴിക്കടി ഭക്ഷണം. ഇവനെപ്പോഴാണ് വീട്ടിൽ വന്നത്? കണ്ടിട്ട് രണ്ടുപേരുടെയും പ്രശ്നം തീർന്ന പോലെ തോന്നുന്നില്ല. രാത്രി 12 മണിയായി കാണും. ഞാൻ എന്തെങ്കിലും ചോദിക്കാച്ചാ ആ ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് കേറി പോയില്ലേ. അമ്മേ, എനിക്ക് മതി. ഹർഷു, നീയും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ മിണ്ടിന് നമ്മൾ ഇത്ര നേരമായിട്ട് കണ്ടിട്ടില്ല. എന്തു പറ്റി? ഒന്നുമില്ല, നീ വർക്ക് ചെയ്തിരുന്നട്ട്. ഹരി, നിങ്ങൾ രണ്ടുപേരും ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഏയ്, ഒന്നുമില്ല. ഈ ഫയൽസൊക്കെ കറക്റ്റാണ് സുലു. ഇത് ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാവേ. ആ, എന്ത് പറ്റി? സുലു. ഹർഷു, അനക്ക് എന്നാ പറ്റി? ഹർഷു, എടാ ഹർഷുവിനെ താഴെ ഇറക്കടാ. ഹരി, നമുക്ക് ദേഷ്യം വരും കേട്ടോ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? എന്റെ ഹർഷുവിന് ഇപ്പൊ ഇങ്ങനെ വരാൻ എന്താ പറ്റി? സുലൈമാനെ, ചില കാര്യങ്ങൾ പേഴ്സണൽ ആണ്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അവൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ നിന്റെ അടുത്ത് പറയുന്നത്? ഇപ്പൊ അവൻ എന്താ പറ്റിയെന്നറിയട്ടെ. നീ ഒന്നും മിണ്ടാതിരിക്കേ. ഋതുക്കേട് വരുന്നുണ്ട്. എടാ അർജുൻ, എന്താ പറ്റിയത്? നോക്കി നിൽക്കാതെ എന്തെങ്കിലും പറയേട്ടാ. ഞാൻ എങ്ങനെ പറയാനാ? എനിക്കെന്നെ ഇവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പോസിബിൾ ആവും? ഹീസ് പ്രഗ്നന്റ്. എന്താണ്? പ്രഗ്നന്റ്? ഇക്കാക്ക, നീ ഡോക്ടർ തന്നെയാണോ? നമുക്ക് ഡൗട്ട് ഉണ്ട്. പ്രഗ്നന്റോ? ഓ ദേട്ടാ, പ്രാങ്ക് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടോ? ഇവിടെ പൊട്ട് പിടിക്കരുത്. എടാ തട്ടിക്കേറാതെ, ഞാൻ സത്യം ഇവിടെ പറഞ്ഞത്. അവൻ പ്രഗ്നന്റാ. എനിക്ക് പ്രാങ്ക് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? നീ ഡോക്ടർ തന്നെയാണോ? നമുക്ക് ഡൗട്ട് ഉണ്ട്. ഇതൊന്നും ശരിയാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എടുത്തെടുത്ത് പോവാം. ഏടത്തി കറക്റ്റായിട്ട് എന്തായാലും നോക്കി പറഞ്ഞു തരും. അതായിരിക്കും നല്ലത്. പ്രഗ്നന്റാ? ദേ, അനാവശ്യം പറയാൻ നിൽക്കരുത്. ഏട്ടാ, നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടല്ലോ.
നീ വിഷമിക്കാതിരിക്കാൻ ദർശു, ഇങ്ങനെ ഒരു പൊട്ടത്തിനെ വിളിച്ച് പറയുന്നതാ. എടാ ഞാൻ ഡോക്ടറിനെടാ, പൊട്ടത്തിനെല്ലാം വിളിച്ച് പറയുന്നത്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ല, നിങ്ങൾക്ക് ഏട്ടത്തിനെ വിശ്വാസമല്ലേ? വാ, എല്ലാത്തിനും ഇപ്പൊ തന്നെ തീരുമാനാക്കി തരാം. സിഗരറ്റ് ഒന്നും നീ വലിക്കരുത് കേട്ടല്ലോ. ഇതെന്താ ഏട്ടൻ ഇവിടെ? കൂടെ ഈ വാനരപ്പട ഉണ്ടല്ലോ. എന്താ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അത്യാവശ്യം നീ എന്റെ കൂടെ അങ്ങോട്ട് വന്നേ. നിന്റെ കൈ എന്തൊരു സോഫ്റ്റാ പെണ്ണേ. ഒന്ന് പോയേട്ടാ. എന്റെ പെണ്ണെ, നിനക്ക് വേണ്ടി ഒരു താജ്മഹൽ പണിയും, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ശവകുടീരം പണിയും. അമ്മയ്ക്ക് ഇവിടെ പ്രാണവേദന, മകൾക്ക് വീണവായന. വെറുതെ പെണ്ണെ കൂടെ പറയിപ്പിക്കരുത്. അല്ല, ചെറുതായിട്ടെന്തോ വഴി തെറ്റി പോയടാ, സോറി. നീ വന്നിടി, ഇല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ നീ വിധവയാൻ വേണ്ടി വരുപ്പാ. ഗർഭോ? ആർക്ക്? എടാ പിള്ളാരെ, നിങ്ങൾ എന്തെങ്കിലും ഒപ്പിച്ചോ? എവിടെ പെൺകുച്ച്? എടത്തി, അതൊരു വെടി ഡോക്ടർ പറഞ്ഞതാ, ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. അതേത് ഡോക്ടറടാ? എന്തായാലും പെൺകുച്ചിനെ പിടിക്ക്, ഞാൻ ചെക്കപ്പ് ചെയ്തിട്ട് പറയാം ആള് പ്രഗ്നന്റ് ആണോ അല്ലേ എന്നുള്ളത്. എടുത്തിയേ പെങ്കൊച്ചല്ലെന്നേ, ഈ കൊച്ചാ. ഹർഷു, നിന്നിൽ നിന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചില്ലേട്ടാ. എന്തായാലും പെൺകുച്ചിനെ വിളിക്കടാ. എടത്തി, പെങ്കൊച്ചിനല്ല, ഇവനെ പ്രഗ്നൻസി. എന്തോടാ? ഏത് പൊട്ടനാടാ പറഞ്ഞത് ഇവൻ പ്രഗ്നന്റ് ആണെന്ന്? ഒരു ബോയ് എങ്ങനെ പ്രഗ്നന്റ് ആവും? എടത്തി, ആ പൊട്ടൻ ഈ പൊട്ടൻ യുവർ ഹസ്ബൻഡ്. ഋഷഭ്, യു നിങ്ങൾ ശരിക്കും ഡോക്ടറാണോ? കാനഡയിൽ പോയി ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? നിന്റെ ചേട്ടൻ ശരിക്കും പഠിച്ചിട്ടാണോ ഡോക്ടർ ആയത്? ഇങ്ങനെ ഒരു പൊട്ടത്തിനെ വിളിച്ച് പറയുന്നത്? അഗിതാ, കീ കൂൾ ഡൗൺ. ഞാൻ സത്യമാടി പറഞ്ഞത്, ഞാൻ ഡോക്ടർ തന്നെയാ. ഞാൻ എത്ര പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്, നീ ആലോചിച്ച് നോക്ക്. ഇത് നോക്ക്, നീ വേണമെങ്കിൽ ഇവനൊന്ന് ചെക്കപ്പ് ചെയ്ത് നോക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ, ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. ഞാൻ ആദ്യം ഇവിടെ ചെക്കപ്പ് ചെയ്ത് നോട്ടെ, എന്നിട്ട് തരാൻ നിങ്ങൾക്കുള്ളത്. എടാ വാടാ അവിടെ. എടത്തി, എന്ത് പറ്റി? ഇതെങ്ങനെ ശരിയാവും? കണക്കൂട്ടലൊന്നും ശരിയാവുന്നില്ലല്ലോ. ഏട്ടത്തി, എന്താ പറ്റി? എനിക്കൊന്നും പറ്റിയില്ലടാ, പറ്റിയതല്ല നിനക്കാ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ പ്രഗ്നന്റ്. കേട്ടില്ലല്ലോ, ഇപ്പൊ എല്ലാത്തിനും തൃപ്തിയായില്ലേ? ഞാനൊരു ഡോക്ടർ എന്നിപ്പോ മനസ്സിലായില്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എടാ പറയടാ, കൊച്ചിന്റെ തന്ത അറിയടാ. നമ്മൾ വേറെ വല്ല ലോകത്തേക്ക് വന്നോ? നമ്മൾ കേട്ടല്ലോ തയ്യാ, നീയും കേട്ടത്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ കേട്ടല്ലേ ഞാൻ കേട്ടത്? ഇതൊക്കെ എങ്ങനെ നടക്കാനോ? ആ, എന്തായാലും നടക്കേണ്ടത് നടന്നു. സത്യം പറയടാ, കൊച്ചിന്റെ അച്ഛനാരാടാ? എന്റെ തലയ്ക്ക് പിരി പിടിക്കുന്നു. ഋതിക്, ആ വെള്ളം എടുത്തരൂ. ഇതാ മോളെ. താങ്ക് യു. ജി മിണ്ടാതിരിക്കാതെ കാര്യം പറയും. കൊച്ചിന്റെ പാപ്പ ആരാടാ? ഹർഷിത് നിസ്സാര വിഷയമല്ല, നീ ഒന്ന് വാ തുറന്ന് പറയും. ഒന്ന് നിർത്തും എല്ലാവരും. ഇതിനൊക്കെ കാരണം ഞാനാ കൊച്ചിന്റെ അച്ഛൻ. നീയോ? എന്താടാ ഇതൊക്കെ സംഭവിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇതാണോ പണി? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാതെ പറ്റിയ തെറ്റാ, മനഃപൂർവ്വം എല്ലാം എടുത്തി. നിനക്ക് പറ്റിപ്പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞ് എന്തൊക്കെ പുലിവാലുണ്ടാവുമെന്ന് അറിയോ? ഈശ്വര, നിങ്ങൾ തമ്മിൽ റിലേഷൻ അറിഞ്ഞാൽ തന്നെ ഒരു പ്രശ്നം. അതും പോരാഞ്ഞിട്ട് ഒരു ബോയ് ഇവൻ പ്രഗ്നന്റ് ആയെന്ന് കൂടി അറിഞ്ഞാ? എടുത്തി, വേറെ എന്തെങ്കിലും വഴിയുണ്ട് എടുത്തി? ഇത് നിസ്സാര കാര്യമില്ലെന്ന് അറിയാലോ. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്ത് ചെയ്യാനാടാ, നിന്റെ ബോഡി വളരെ വീക്കാണ്. നല്ല കെയറിങ് വേണം. പിന്നെ നമുക്ക് അബോർഷനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചിട്ട് തന്നെയാണോ? വീട്ടിലും നാട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നറിയോ? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എടാ, അത് ഞങ്ങളുടെ കുഞ്ഞാ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. എത്രയായാലും പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു. അതും പറഞ്ഞ് അവനെ കൈവിട്ട് ഒറ്റയ്ക്കാക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. അവൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും. ഹരി, താങ്ക് യു സോ മച്ച് ഹരി. ഏയ് കരയാ ദർശു, ഞാൻ കൂടെയില്ലേ? സോറി ദർശു, എല്ലാത്തിനും സോറി. ഹരി, എൻ്റെ കൂടി തെറ്റല്ലേ ഇത്? നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു കാര്യം. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആളുകളുടെ മുന്നിൽ ഞാനൊരു കാഴ്ചവസ്തുവായി മാറും. ഹർഷു, ഒരാളുടെ മുന്നിലും നീ ഒരു കാഴ്ചവസ്തുവായി നിന്നു കൊടുക്കില്ല. ഞാനുണ്ട് നിന്റെ കൂടെ, എന്തിനും ഏതിനും എപ്പോഴും ഉണ്ട്. ഹരി പറയണ കേട്ടപ്പോൾ അതൊരു പാഴ്വാക്കാണെന്നാണ് ഞാൻ വിചാരിച്ച്. പക്ഷെ അവൻ ശരിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്തിനും ഏതിനും.
പുതുരാഗം എവിടെ മറന്നു ഞാനീ പ്രിയാനുരാഗം. എന്തോടെ ഈ ലാപ്പിൽ ഇരുന്ന് കാണുന്നേ? പഠിക്കുകയാണോ അതല്ല? അമ്മേ, ഞാൻ കുറച്ചു നേരം കൂടി ഇരുന്ന് കാണട്ടെ. എന്തുട്ടാ ഈ കാണുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആവശ്യമില്ലാത്ത ഓരോന്ന്. മര്യാദയ്ക്ക് ഇറങ്ങി വാടി. താഴെ എല്ലാവരും വന്നിട്ടുണ്ട്. അവിടെ വന്നിരുന്ന് അവരായിട്ട് എന്തെങ്കിലും സംസാരിച്ചിരിക്കെ. ഹർഷു ഹരി 3-ാം മാസം ആവാറായി. അടുത്ത മാസം മുതൽ റെഗുലറായിട്ട് സ്കാനിങ്ങും ചെക്കപ്പൊക്കെ നടത്തണം. പിന്നെ വയറ് ഇതുവരെയായിട്ടും ഒരു കുഴപ്പമില്ല എടുത്തി. എന്താ അർച്ചോ, അനക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമാവില്ലേ? കുട്ടി വലുതാവുന്നതിനനുസരിച്ച് വയറും വലുതാവില്ലേ? ഇന്നിപ്പോ എല്ലാവരും ഇവിടെ ഉള്ളതല്ലേ, നമുക്കിത് തുറന്നു പറഞ്ഞൂടെ? എത്ര നാൾ ഇത് വെച്ചോണ്ടിരിക്കും? ആഹാ, നീ ആറ്റുമാമനെ തിരികൊടുത്താൻ പറയുന്നത് പൊട്ടിത്തെറിക്കല്ല. പൊട്ടിത്തെറിച്ചാലും വിരോധമല്ല ഇന്ന് എല്ലാവരും അറിയണം. എല്ലാം ആര് പറഞ്ഞാൽ ശരി, എല്ലാവരും അറിയണം. എത്ര നാൾ നമ്മൾ പേടിച്ചിരിക്കും? എന്നായാലും ഇതൊരു ദിവസം നമുക്ക് തുറന്നു പറയണ്ടേ? അതിപ്പോ തന്നെ ആവുന്നതല്ലേ ഏറ്റവും നല്ലത്. നമ്മുടെ പാർട്ട്നേഴ്സിനൊക്കെ നമ്മളോട് അസൂയാം. നമ്മുടെ പിള്ളേരുടെ ഉയർച്ച കണ്ടിട്ട് നമ്മുടെ ബിസിനസ്സും അവരുടെ ബിസിനസ്സും അവർ തന്നെയല്ലേ കൂടുതൽ നോക്കി നടത്തുന്നത്. എനിക്കറിയാം. എന്തായാലും പിള്ളേർ ഇത്രയും വളർന്നല്ലേ, അവർക്കെങ്കിലും കല്യാണമൊക്കെ നോക്കണം. അതിനു മുമ്പ് എൻ്റെ ഒരു കുട്ടിത്തേവാങ്ങുണ്ടല്ലോ, അവൾക്ക് ആദ്യം നോക്കണം. ഏത് അധവാഹീനെന്നാവും എൻ്റെ മോളെ കെട്ടാൻ പോകുന്നത്. ആ, അത് പറഞ്ഞപ്പോഴാ ഹൃദയഗുണത്തിന് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നേ? ഞങ്ങളുടെ ഹരിക്കങ്ങ് തന്നൂടെ? അത് ഞാനിത്ര ആലോചിച്ചില്ല. ഹരിയെ ഞങ്ങൾക്ക് അറിയാവുന്ന പയ്യനും കൂടിയല്ലേ, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മോളെ, നിന്റെ അഭിപ്രായം എന്താ? ഇനിയൊരു ഉത്തരത്തിന്റെ ആവശ്യമുണ്ടോ? അവളുടെ ചിരിയിൽ തന്നെ ഉണ്ട് അതിന്റെ ഉത്തരം. കള്ളി, മനസ്സിൽ ഇതാണടി ആഗ്രഹം. ഹരി, നല്ല ഭാഗ്യമുണ്ട് നിനക്ക്. എന്തായാലും കല്യാണം കുഞ്ഞ് ഒരേ സമയം. ഒന്നും മിണ്ടാതിരടാ. ഇനിയിപ്പോൾ എന്തായാലും നീ ഒന്നും തുറന്നു പറയാൻ പോകണ്ട. ഇനിയിപ്പോൾ പറഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവും. അതും പറഞ്ഞ് നിന്റെ മനസ്സിലുള്ള ആഗ്രഹമല്ലടാ ഹൃദയ. അവളായിട്ടുള്ള വിവാഹമല്ലേ ഇപ്പം നടക്കാൻ പോകുന്നത്. അച്ഛാ, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. ഇത് നടക്കില്ല. നിനക്കെന്തിനാ ഈ ബന്ധത്തിന് താല്പര്യമില്ലാത്ത? ഹൃദയമോളെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലടാ. ഹരിമോനെ, മോന് വേറെ കുട്ടി ആരെങ്കിലും ഇഷ്ടമാണോ? അങ്കിളിനോട് പറ, അങ്കിള് നടത്തി തരാം. അങ്ങളെ അച്ഛാ, ഞാനൊരു അച്ഛനാകാൻ പോവാ. എടാ, പള്ളിയിലച്ഛനാ. നമുക്ക് സന്യാസം പറഞ്ഞിട്ടുള്ളൂ. നീ ഇപ്പൊ തന്നെ സന്യാസിക്കാൻ പോവാണോ? പള്ളിയിൽ അച്ഛനല്ല, സന്യാസമില്ല. ഞാനൊരു കൊച്ചിൻ്റെ അച്ഛനാകാൻ പോവാ. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ നല്ലവനല്ലെന്ന്. ഒരു പെൺകൊച്ചിനെ ചതിക്കാൻ നോക്കുന്നതാ. ഏതാടാ കൊച്ച്? എന്തായാലും നീ വിളിച്ചോണ്ട് വാ, ഞാൻ കെട്ടിച്ചു തരാം. നീ കൊള്ളാലോ മോനെ. പെങ്കൊച്ചല്ല അച്ഛാ, ആങ്കൊച്ച. കൊച്ചാണായാലും പെണ്ണായാലും കുഴപ്പമില്ല. നീ കൊച്ചിന്റെ അമ്മ വിളിച്ചോണ്ട് വാടാ. കൊച്ചിന്റെ അമ്മ ഇവിടെ തന്നെയുണ്ട് അച്ഛാ. ഹർഷു, അവൻ പ്രഗ്നന്റാ. മോനെ, തമാശ പറയുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലടാ. അച്ഛ, അവൻ പറഞ്ഞത് സത്യ. അച്ഛ, അയ്യോ അങ്ങനെ മിണ്ടരുത്, നിനക്കൊക്കെ അറിയാറുതല്ലേ. ഹർഷു, അച്ഛന്ന് നീ എന്നെ വിളിച്ചു പോകരുത്. ഞങ്ങൾക്കൊക്കെ മാനക്കേടാ നീ. അങ്ങളെ, തെറ്റ് എൻ്റെ കയ്യിലുണ്ട്. അവനൊന്നും ചെയ്യരുത്. ഞങ്ങളുടെ കുഞ്ഞ് അവനൊന്നും ചെയ്യില്ല അങ്ങളെ. നിർത്തടാ. നിനക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നു? ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഇതാണല്ലോ രണ്ടും കൂടി കാട്ടിക്കൂട്ടിയിരുന്നത്. നിങ്ങൾ രണ്ടിടത്തിന് ബന്ധം കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറപ്പും വെറുപ്പും തോന്നാം. അത് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് ഇല്ലാതാക്കിക്കോണ അതിനെ. നാടിന് വീടിന് ശാപം അത്. മനസ്സിലായോ? അച്ഛാ, ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അത് അർഷുവിന്റെ ജീവനും കൂടി ആപത്താ. ഇല്ലാതാവാണെങ്കിൽ ആവട്ടെ. ആ കൊച്ചിനൊപ്പം അവനെ തീരെയാണെങ്കിൽ തീർന്ന് കിട്ടുമല്ലോ. അച്ഛ ആലോചിച്ചിട്ടാണോ? അതേടാ, ആലോചിച്ച് തന്നെ ഞാൻ ഈ പറയുന്നത്. ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാനേ പാടില്ല. എന്താ കിഷോർ, ഞാൻ പറഞ്ഞത് നിനക്ക് വല്ല വിഷമമുണ്ടോ? ഇന്ദറിന്റെ അഭിപ്രായത്തിലൂടെ തന്നെയാണ് ഞാൻ യോജിക്കുന്നത്. ഭൂമിക്ക് ഭാരമായിട്ട് ഇല്ലാതിരിക്കുന്നത് നല്ലത്. മോനെ, ആ കുഞ്ഞ് നമുക്ക് വേണ്ടടാ. അച്ഛൻ പറയണ മനസ്സിലാക്ക്. എൻ്റെ കുഞ്ഞമ്മ അത്. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയ ആ കുഞ്ഞ് എന്ത് പാപം ചെയ്തു? അതിന്റെ ജീവൻ എടുക്കാൻ മാത്രം. ആ കുഞ്ഞൊരു പാപം തന്നെയാ. ഒരാണ് എങ്ങനെയാ ഗർഭം ധരിക്കുന്നത്? അതൊരു പാപാണെന്ന് അതിലൂടെ തന്നെ നിനക്ക് മനസ്സിലാക്കിക്കൂടെ? അതിനെ ഇല്ലാതാക്കുന്നതാ എല്ലാവർക്കും നല്ലത്. ഇല്ലെങ്കിൽ എന്റെ പൊന്നുമോൻ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നേക്ക്. പാപം തെറ്റും ചെയ്തത് ഞാൻ മാത്രം. ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല.
ഹരിയുടെ മനസ്സിൽ ഞാനില്ല. ഹരി സ്നേഹിക്കുന്നത് ഹൃദയ. അവരുടെ ഇടയിലേക്ക് ഞാനൊരു തടസ്സമായിട്ട് എന്തായാലും വരില്ല. ഐ എം സോറി ഹരി. ഈ കുഞ്ഞു തന്നെ നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടെന്നറിയാം. പക്ഷെ നീ വറീഡ് ആവണ്ട. എനിക്ക് നിന്നെ ഇഷ്ടം ഹരി. ഐ ലവ് യു ആൻഡ് ഗുഡ് ബൈ. ഹർഷ നിക്ക് മോനെ. ഏട്ടാ നമ്മുടെ മോൻ. ഏട്ടാ ഹർഷ നിക്ക്. നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഹർഷു എന്റെ പിന്നാലെ വരണ്ട ഹരി. ഞാൻ നിക്കില്ല. ഹർഷു ഗുഡ് ബൈ. ഗുഡ് ബൈ ഹരി. ഹർഷു 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 എവിടെ പോയി? 28 അപ്പൊ ജനുവരി കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കണ്ടതൊക്കെ സ്വപ്നായിരുന്നോ? അയ്യോ രക്ഷപ്പെട്ടു. എന്റെ ഹർഷു പ്രഗ്നൻസി. അപ്പൊ എനിക്ക് അവനെ ഇഷ്ടമാണോ? ആ നീ എഴുന്നേറ്റ് വന്നൂടാ. എനിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്ക്. കുഞ്ഞിന്റെ ഒപ്പം അവൻ ചെത്താനും ഇവിടെ ആർക്കും ഒരു വിരോധമൊന്നുമില്ല. ഡാ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? വന്ന് കഴിക്കേ. നിങ്ങൾ എന്റെ കുഞ്ഞിനെ കൊന്നിട്ട് എന്റെ ഹർഷുവിനെ എന്നിൽ നിന്ന് അകറ്റൂലേ? നിങ്ങളുടെ തന്തയാണോ തന്തയെ? നിങ്ങളെ ഇതുപോലെ ലജ്ജാകമായ കാര്യങ്ങൾ ചെയ്യുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് മകനായി ജനിക്കില്ലായിരുന്നു. ദൈവത്തിനൊരു തെറ്റ് പറ്റി. ആ തെറ്റ് നിനക്ക് തിരുത്താൻ പറ്റില്ലേ ദൈവമേ? പറ്റില്ലെന്ന് തോന്നുന്നു. പ്രസംഗം കഴിഞ്ഞ് ഇരുന്ന് കഴിക്കാൻ നോക്ക്. നേരെ പോകുന്നു. അമ്മയുടെ കെട്ടിയനങ്ങ് ഉരുട്ടി കൊടുത്താൽ മതി. എനിക്കൊന്നും വേണ്ട. ഞാൻ ആ കൊച്ചിനെ കൊന്നെന്ന് ഇവിടെ ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഞാനാ. അർജുനെ ഞാൻ അവനിന്ന് അകറ്റിയത്. ഇവരെന്താ പിച്ചും പേരൊക്കെ പറയുന്നത്? ഞാൻ എന്തോ ചെയ്തെന്നാ? അർജുന്റെ മാമന്റെ കല്യാണത്തിന് പോയതിന് ഞാൻ എന്ത് ചെയ്യാൻ? അയാളുടെ കല്യാണം ഞാനാണോ തീരുമാനിച്ചത്? നീ ഒന്ന് പറയടി. നിങ്ങളുടെ മോൻ. അതവന് എന്നെ എന്തും പറയാനുള്ള ലൈസൻസ് ആണോടി? അത് അവന്റെ അടുത്ത് പോയി ചോദിക്കും മനുഷ്യ. ഭാര്യയ്ക്കും മക്കൾക്ക് എന്നെ ഒരു വിലയില്ലല്ലോ. അച്ഛൻ ഇപ്പോഴാണ് സത്യം മനസ്സിലാക്കി. തിന്നിട്ട് എഴുന്നേറ്റ് പോണ മാങ്ങാണ്ടി മുറ. എന്നല്ല എന്നെ എന്റെ കിഷോറിന് മാത്രം മനസ്സിലാവുള്ളൂ. എന്റെ ഉറ്റ സുഹൃത്ത്. അവൻ വരട്ടെ. എടാ അതൊരു സ്വപ്നല്ലേ? നിങ്ങൾ നമ്മുടെ ഡേറ്റിനൊന്നും പോയില്ലല്ലോ. എടാ എന്റെ കുഞ്ഞ് സ്വപ്നാണെങ്കിലും എനിക്ക് അവനെ ഇഷ്ടമാ. എന്റെ ഹർഷു. ഞമ്മക്ക് സന്തോഷായി. നിനക്ക് ഓനെ മനസ്സിലായല്ലോ. ഓന്റെ ഇഷ്ടം, ഓന്റെ കൽപ്പ് മുഴുവൻ നീയാ. നിന്റെ ചൊപ്പന എന്തായാലും വല്ലാത്തൊരു ചൊപ്പനാണ് കേട്ടോ. ഒരു ലോജിക്കില്ലാത്തൊരു ചൊപ്പന. സ്വപ്നല്ലടാ സ്വപ്നം. നീ നിന്നെ തിരുത്താൻ നിന്നാൽ ശരിയാവില്ല. ദേ ഹരി, ഇന്ന് വൈകിട്ട് എന്തായാലും ഹർഷ് വരും. ഇനി ഈ സ്വപ്നത്തിന്റെ കാര്യമൊന്നും അവന്റെ അടുത്ത് പറയാൻ നിൽക്കട്ടെ കേട്ടോ. എടാ എനിക്ക് അതോടെ പേടി കൂടുന്നത്. എടാ സ്വപ്നത്തിൽ കണ്ടമാരി എല്ലാരും കൂടി ഒരുമിച്ച് കൂടുമ്പോഴാ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പൊട്ടത്തരം പറയാതെ മിണ്ടാതിരിക്കടത്തേണ്ടി. അതൊരു സ്വപ്ന. ഒന്നാതെ അവൻ പ്രഗ്നന്റ് അല്ല, അവൻ പോയ. അത് മറക്കരുത്. സ്വപ്നത്തിൽ പറഞ്ഞു നടന്ന പോലെയൊന്നും ജീവിതത്തിൽ നടക്കത്തില്ല. പിന്നെ നിന്റെ മനസ്സിൽ ഹൃദയമില്ലെന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ അവനെ പ്രപ്പോസ് ചെയ്തിട്ട് അവനെ ഡേറ്റ് ചെയ്യാൻ നോക്ക്. ഏയ് ഹരി, ഹർഷു. ഓ എന്റെ ഹർഷു വന്നല്ലോ. ഹർഷു. ഹരി, ഹരി എന്നെ വിടടാ. ഇവൻ എന്തായി കാണിക്കുന്നത്? ഇവനെല്ലാം കോളാക്കും. പാർട്ട്നേഴ്സിനൊക്കെ നല്ല അസൂയ നമ്മുടെ പിള്ളേരെ കാര്യത്തില്. ഇനി പിള്ളേരെ അങ്ങ് കെട്ടിച്ചു വിടാനുള്ള സമയമായി. സെയിം ഡയലോഗ്, ഡിഫറൻസ് കുറച്ചുണ്ടെന്നേ ഉള്ളൂ. സ്വപ്നം. അവരെ കെട്ടിച്ചു വിടുന്നതിന് മുമ്പ് എന്റെ കാന്താരി പെണ്ണിനെ കെട്ടിച്ചു വിടണം. അവളെ കെട്ടാൻ പോകുന്ന അധബാഹ്യൻ ആരാന്നാവോ? സെയിം ഡയലോഗ്. അയ്യോ ഇനി അച്ഛ പറയൂ. അതിനു മുമ്പ് ഞാൻ എല്ലാം പറഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതം. അങ്ങനെയാണോ? എന്നാ നമ്മുടെ ഹൃദയം. അച്ഛാ ഇനിയൊന്നും പറയരുത്. ഹൃദയം നമുക്ക് വേറെ ആരെങ്കിലും കൂടെ കെട്ടിക്കാം. അങ്ങളെ അച്ഛ എനിക്കൊരു കാര്യം പറയട്ടെ. എനിക്ക് ഹർഷുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അവനെ കല്യാണം കഴിച്ചാൽ കൊള്ളാറുണ്ട്. അവനെ എനിക്ക് തരണം. ഇഷ്ടോ? ഹരി നീ ഇതെന്തൊക്കെ പറയുന്നത്? ആലോചിച്ച് തന്നെ ഞാൻ പറയുന്നത് ഹർഷു. ഇത്ര നാളും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല നിന്റെ ഇഷ്ടം. നീ എന്നെ നിന്ന് പിരിഞ്ഞ് ഒരു 2 ദിവസം നിന്നപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ലടാ. അത് പ്രണയമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അധികം സമയമൊന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞു തെറ്റായിപ്പോയോ? ഇല്ല, തെറ്റൊന്നായില്ല. ഞാൻ ഭയന്നിരിക്കുമായിരുന്നു. എൻ്റെ ഇഷ്ടം നിന്നോട് പറഞ്ഞ് നീ എന്നെ ഇട്ടിട്ട് പോകും. ഒരു ഫ്രണ്ടായിട്ട് പോലും എന്നെ കാണില്ലെന്ന് കരുതി പേടിച്ചിട്ടാ ഞാൻ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. ഐ റിയലി ലവ് യു സോ മച്ച്.
ഷോ ഈ പിള്ളേര്. ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കണമെന്ന് ഓർമ്മ വേണം. അപ്പം നിങ്ങൾക്ക് വിരോധമൊന്നുമില്ല? എന്ത് വിരോധം മക്കളെ? നിങ്ങളുടെ ഇഷ്ടത്തിന് വില കൽപ്പിക്കുന്ന അച്ഛനമ്മയും തന്നെ ഞങ്ങള്. നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് തന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അറിയായിരുന്നു ഇതൊക്കെ ഇതുപോലെ തന്നെ ആവുള്ളൂ എന്ന്. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ നിങ്ങളുടെ കാര്യത്തിൽ. ഇനി എന്തായാലും ജോലിഭാരം മാത്രമല്ല, ഒരു കുടുംബഭാരം കൂടി ഏൽപ്പിച്ചു കൊടുക്കാം. രണ്ടെണ്ണത്തിന് ഞങ്ങൾ വേഗം കെട്ടിച്ചു വിടുന്നത് നല്ലത്. സന്തോഷമായിട്ട് ഇരിക്കട്ടെ. താങ്ക് യു അച്ഛ, എൻ്റെ മുത്താണ്. ഇതുപോലൊരു പാവം പിടിച്ച് തങ്കക്കുടം പോലെ എൻ്റെ അച്ഛൻ്റെ ഇടയിൽ ഒരു സ്വപ്നംകാരൻ ഞാൻ തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ പറഞ്ഞത്. മോളെ ഹൃദയ, നിനക്ക് വിഷമമായെന്നറിയാം. നിനക്ക് ആരെയും ഇഷ്ടമല്ല. ആര് പറഞ്ഞു? എത്ര നാളായി നിങ്ങളുടെ ഷിപ്പിന് വേണ്ടി ഞാൻ കാത്തിരിക്കണമെന്നറിയോ? ഷിപ്പാ? എന്ത്? പൊന്നേട്ടാ, നിങ്ങളുടെ ഓരോ മൊമെന്റ്സും ഞാൻ റൊമാൻറ്റിക് ആയിട്ടാ കണ്ടായിരുന്നത്. നിങ്ങൾ രണ്ടുപേരും എത്ര നാളായി ജോഡിയാവും ഞാൻ കാത്തിരിക്കണമെന്നറിയോ? ആ ലാപ്പം തുറന്നു വെച്ച് 24 മണിക്കൂർ ഇതുപോലത്തെ വീഡിയോ അല്ലേ ഈ പെണ്ണിരുന്ന് കാണുന്നത്. പിന്നെ ഇതിന്റെ പ്രാന്തില്ലാതിരിക്കുവോ? അവളുടെ അമ്മാതിരി നോട്ടം കണ്ടിട്ടാണോ നിനക്ക് പ്രേമം തോന്നിയത്? എന്തായാലും കഷ്ടായിപ്പോയി. ഇമ്മാതിരി ചമ്മല്ലോ എൻ്റെ ഹരിയെ. ഓളുടെ കൽബിൽ നിങ്ങൾ രണ്ടുപേരാ. ഒന്ന് കളിയാക്കാതെ പോടാ. ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റും. ഒല്ല പിന്നെ നിനക്ക് അബദ്ധം മാത്രമേ പറ്റുന്നുള്ളൂ. എനിക്ക് അബദ്ധം മാത്രം പറ്റുന്നുള്ളൂന്നോ? ആരും ഇവിടെ ആരെയും വേദനിക്കുന്നു. ഇല്ല, നീ ഇവിടെ വാ. നിന്നെ അബദ്ധം എന്താന്ന് ശരിക്കും കാണിച്ചു തരാം. വാ ഇവിടെ.